അമീബിക് മസ്തിഷ്കജ്വര ബാധിതരുടെ വാർത്തകൾ അറിയുമ്പോൾ മകനെ ഓർക്കുന്നൊരു കുടുംബമുണ്ട്. ഓർമ്മയിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോഴും നാടിന്റെ നന്മയ്ക്കായി ഇടപെടലുകൾ നടത്തി ഇവർ മുന്നോട്ട് പോവുകയാണ്. 2015 ഒരു യാത്രയ്ക്ക് ശേഷമാണ് അഭിജിത്തിനെ നഷ്ടമാകുന്നത്. ഈ 2015 ജൂലൈയിൽ ഞങ്ങൾ ഒരു യാത്ര പോയി. 16 ദിവസം കഴിഞ്ഞപ്പോൾ അവന് പനി വരുന്നു. 4-ാമത്തെ ദിവസം ഫിറ്റ് വരുന്നു. 4 ദിവസം കഴിഞ്ഞ് മരണപ്പെടുന്നു. 7 ദിവസം കഴിയുമ്പോഴാണ് ഈ റിപ്പോർട്ട് വരുന്നത്. അതിനകത്ത് ആ റിപ്പോർട്ടിനകത്ത് ഫ്രീ ലിവിങ് അമീബ മസ്തിഷ്ക ജ്വരം കാരണമാണ് കുട്ടി മരണപ്പെട്ടത്. ഞങ്ങൾ അതിനുശേഷം ഞങ്ങളുടെ യാത്രകളെ സംബന്ധിച്ചൊക്കെ പരിശോധിച്ചു. ട്രെയിനിൽ വെച്ച് മുഖം കഴുകുന്ന ഒരു ശീലം മകനുണ്ട്. എപ്പോഴും മൂക്കിൽ വെള്ളമടിച്ച് മൂക്ക് ചീറ്റി മുഖം വൃത്തിയാക്കുന്ന ഒരു ശീലം പുള്ളിക്കും. ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്ന മരണം എന്നുള്ളത് എൻ്റെ മകൻ്റെ അഭിജിത്ത് കേസിൻ്റെ മരണം തന്നെയാണ്. മകനെ നഷ്ടപ്പെടുത്തിയ രോഗത്തിനെതിരെ അവബോധം നൽകാൻ രംഗത്തിറങ്ങി. അങ്ങനെ തുടങ്ങി ഒടുവിൽ നാടിന് ഗുണപരമായ സംഭാവനകൾ നൽകുന്ന കൂട്ടായ്മ എന്ന പേരിലേക്ക് എത്തിച്ചേർന്ന യാത്ര. സമൂഹത്തിൽ കരുണയർഹിക്കുന്ന ആളുകൾക്ക് കാരുണ്യം നൽകുന്നതിനും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയ ഉള്ളൊരു പുതിയ സമൂഹത്തെ ചെറുപ്പക്കാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടും കൂടിയാണ് അഭിജിത്ത് ഫൗണ്ടേഷൻ രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. മകനെ ബാധിച്ച അസുഖം വീണ്ടും ചർച്ചയാകുമ്പോൾ പിതാവിന് ആശങ്കകളേറെയാണ്. 9 വർഷത്തിനിപ്പുറം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സീരിയസ് ആയിട്ടുള്ളൊരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത് ഇപ്പോഴാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രോഗം ഇനി കൂടുതൽ ആളുകളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ അവബോധം ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കാൻ വേണ്ടുന്ന പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. മകൻ്റെ പേരിൽ പല മനുഷ്യരിൽ പുഞ്ചിരി വിരിയിച്ച് മുന്നോട്ട് യാത്ര തുടരുകയാണ്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.